പാസിംഗ് സ്ട്രക്ചേഴ്സ് ടു ഫങ്ഷൻസ്. സോ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സുകളെ ഒരു ഗ്രൂപ്പ് ആക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഇനി ഇതേ സ്ട്രക്ചേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ ഫങ്ഷൻസിന് പാസ് ചെയ്തിട്ട് ഫങ്ഷന് ത്രൂ നമുക്കത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് പാസ് ബൈ വാല്യൂ. പാസ് ബൈ വാല്യൂ അല്ലെങ്കിൽ കോപ്പി ഓഫ് എ സ്ട്രക്ചർ. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിൻ്റെ ഒരു കോപ്പി ഫങ്ഷന് കൊടുക്കുക. എന്നിട്ട് പ്രോസസ്സ് എല്ലാം ആ ഫങ്ഷനകത്ത് ചെയ്തെടുക്കുന്നതിനെയാണ് പാസ് ബൈ വാല്യൂ എന്ന് പറയാം. പേരുകൾ അങ്ങോട്ട് മാറരുത്. പാസ് ബൈ വാല്യൂ അല്ലെങ്കിൽ കോപ്പി ഓഫ് സ്ട്രക്ചർ. ഓക്കെ, ഇനി രണ്ടാമത്തത് പാസ് ബൈ റെഫറൻസ്. പാസ് ബൈ റെഫറൻസ് അല്ലെങ്കിൽ യൂസിങ് പോയിന്റേഴ്സ് എന്ന് പറയും. പാസ് ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിൻ്റെ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ആ അഡ്രസ്സിനെ മാത്രം ഹാൻഡ് ഓവർ ചെയ്യുക ഫങ്ഷന്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് പോയിന്റേഴ്സ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കോപ്പി അല്ല കൊടുക്കുന്നത്, നമ്മൾ ജസ്റ്റ് ആ സ്ട്രക്ചറിൻ്റെ ഒരു റെഫറൻസ് മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അഡ്രസ്സുകൾ മാത്രമായിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇത് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. റൈറ്റ് എ പ്രോഗ്രാം യൂസിങ് പാസ് ബൈ വാല്യൂ എന്ന് പറഞ്ഞ് ചോദിക്കും, അല്ലെങ്കിൽ യൂസിങ് പാസ് ബൈ റെഫറൻസ് എന്ന് പറഞ്ഞ് അവർ കൃത്യമായി സ്പെസിഫൈ ചെയ്ത് ചോദിക്കും. അപ്പോൾ രണ്ട് ടോപ്പിക്കിൻ്റെ പ്രോഗ്രാംസ് കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് നമുക്ക് പാസ് ബൈ വാല്യൂവിനെ കുറിച്ച് നോക്കാം. പാസ് ബൈ വാല്യൂ അല്ലെങ്കിൽ കോപ്പി ഓഫ് എ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറിൻ്റെ ഒരു കോപ്പി ഫങ്ഷന് സെൻഡ് ചെയ്യുന്നതിനെയാണ് പാസ് ബൈ വാല്യൂ അല്ലെങ്കിൽ കോപ്പി ഓഫ് സ്ട്രക്ചർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, any changes made to the structure inside the function do not affect the original structure in method. അപ്പോൾ നമ്മളൊരു കോപ്പിയാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ കോപ്പിക്കകത്ത് ഇരുന്നിട്ടാണ് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ആ കോപ്പിക്കകത്ത് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസോ മറ്റോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ സ്ട്രക്ചറിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ, അത് റിമെയിൻ അതുപോലെ തന്നെ ഇരിക്കും. ഈ കോപ്പിയിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഈ കോപ്പിയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പാസ് ബൈ വാല്യൂ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ പ്രോഗ്രാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h സ്ട്രക്ട് സ്പേസ് കോംപ്ലക്സ്. ഇപ്പോൾ സ്ട്രക്റ്റിൻ്റെ കീവേഡൊക്കെ അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേസസ് ഓപ്പൺ ചെയ്തു, നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കണം. നമുക്കിവിടെ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് രണ്ട് റിയൽ നമ്പേഴ്സുകൾ തമ്മിൽ നമ്മൾ അഡീഷനാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫ്ലോട്ടിൽ റിയൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇമാജിനറി നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫ്ലോട്ടിനകത്ത് ഇമാജിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഫ്ലോട്ടിംഗ് വാല്യൂ ആണ്, പോയിന്റ് വാല്യൂ ആയിരിക്കുമല്ലോ. ഇനി നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രക്ചറിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ പോയിൻ്റാണ് വോയിഡ് സ്പേസ് ഡിസ്പ്ലേ. നമുക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എന്താണ് റിയൽ ഇമാജിനറി നമ്പേഴ്സ് എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യം നോക്കിയേ, സ്ട്രക്ട് സ്പേസ് കോംപ്ലക്സ്. അതായത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ പേര് നമ്മൾ മുൻപ് കൊടുത്തിട്ടില്ലേ, സ്ട്രക്ട് കോംപ്ലക്സ്, അത് അതുപോലെ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ഒരു എക്സ് കൊടുക്കുക. ഈ എക്സ് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ട്രക്ചറിൻ്റെ ഒരു കോപ്പി ഞാൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലോട്ട് കൊണ്ടുവരാണ് എന്നുള്ളതാണ്. അപ്പോൾ എക്സിന് അവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു വേരിയബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം സ്ട്രക്ട് കോംപ്ലക്സ് എക്സ് എന്ന് പറഞ്ഞ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോപ്പി കിട്ടി. സ്ട്രക്ചറിൻ്റെ കോപ്പി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇനി ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അത് ബ്രേസസ് നമ്മൾ ഓപ്പൺ ചെയ്തു വോയിഡിനകത്ത്. അതിനകത്ത് പ്രിൻ്റ് ഓഫ് ഇത് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് നോക്കാം. മോഡിൽ 0.1f എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ 0.1f എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രിൻറ്റ്സ് 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ. അപ്പോൾ ഡെസിമലിൻ്റെ തൊട്ടുള്ള നമ്പർ കൂടി നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 1f എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിരിക്കുന്നത്, ഫ്ലോട്ടിംഗ് നമ്പർ. അതേപോലെ തന്നെയാണ് ജെ മോഡ് 0.1f എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ജെ റെഫറൻസ് ചെയ്യുന്നത് എന്തിനാണ്, ഇമാജിനറി പാർട്ടിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിയലും ഉണ്ടാവും, ഇമാജിനറി ഉണ്ടാവും. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റിലാണ് ഇത് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കിതിന് നമുക്ക് എന്ത് വേണം, ഇത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പിയാണ് അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് എന്താണ്, എക്സ് എന്നായിരിക്കും. കാരണം എക്സിലാണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഡോട്ട് റിയൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ റിയൽ ആയിട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള ആ വേരിയബിളിലോട്ട് പോകും, കോമ എക്സ് ഡോട്ട് ഇമാജ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, അപ്പോൾ എക്സ് ഡോട്ട് റിയൽ ക്രിയേറ്റ് ചെയ്തു, എക്സ് ഡോട്ട് ഇമേജ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുക. ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ കൊടുത്തിരിക്കുന്നത്. ബ്രേസസ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഒരു
കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന് വേണ്ട വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലോ. അതിന് വേണ്ടി നമ്മൾ ഇൻറ്റ് മെയിൻ കൊടുത്തു, അതിനകത്ത് നമ്മൾ വോയിഡ് എന്ന് പറഞ്ഞു, ഒന്ന് റിട്ടേൺ ചെയ്യാനില്ല, അതുകൊണ്ട് അവിടെ വോയിഡ് എന്ന് പറഞ്ഞു കൊടുത്തു, ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്റ്റ് സ്പേസ് കോംപ്ലക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു കോപ്പി ഉണ്ടല്ലോ, ആ കോപ്പിക്കകത്ത് ഇപ്പോൾ നമുക്ക് രണ്ട് തിങ്സ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ എ എന്ന് പറഞ്ഞ് റെഫർ ചെയ്യണം ഇവിടെ. അപ്പോൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് മുഴുവനും ഈ കോപ്പിക്കകത്താണ് കേട്ടോ. അപ്പം സ്ട്രക്റ്റ് കോംപ്ലക്സ് എ വിച്ച് ഈസ് ഈക്വൽ ടു ബ്രേസസ് ഓപ്പൺ ചെയ്തു 1.2, 2.5. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വേരിയബിൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ആദ്യത്തെ എ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിനകത്തോട്ട് നമ്മൾ 1.2 and 2.5 എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ പ്രിൻ്റഫിനകത്ത് ഓട്ടോമാറ്റിക്കലി ഇത് അപ്ഡേറ്റ് ആവും, നമ്മുടെ കോപ്പിക്കകത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് അപ്ഡേറ്റ് ആവും 1.2, പ്ലസ് 2.5 എന്ന് പറഞ്ഞിട്ട് ഇത് അപ്ഡേറ്റ് ആവും. നമ്മുടെ റിയൽ ഇമാജിനറി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ആവും. അതുപോലെ സ്ട്രക്റ്റ് കോംപ്ലക്സ് ബി വിച്ച് ഈസ് ഈക്വൽ ടു 3.7, 4.0. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും അപ്ഡേറ്റ് ആവും, 3.7 പ്ലസ് 4.0 എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആവും. അതിനുശേഷം ഡിസ്പ്ലേ, ഈ രണ്ട് സാധനങ്ങൾ എന്ത് വേണം, നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം അല്ലേ. ഡിസ്പ്ലേ എ എന്ന് പറഞ്ഞിട്ട് സെമി കോളൻ ഇട്ടു, ദെൻ ഡിസ്പ്ലേ ബി എന്ന് പറഞ്ഞ് നമ്മൾ സെമി കോളൻ ഇട്ടു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയാണ് ഇൻവോക്ക് ചെയ്യണത്. ഓക്കെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് സാധനങ്ങളെയും നമ്മൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ കോളിംഗ് ഫംഗ്ഷൻ ഇവിടെയാണ്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫംഗ്ഷനകത്തോട്ട് നമ്മൾ കോൾ ചെയ്യണം എ എന്ന് പറഞ്ഞ് സെമി കോളൻ ഇട്ടില്ലേ, ആ സമയത്ത് മാത്രമായിരിക്കും ഇതിൻ്റെ റിലേഷൻ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡിസ്പ്ലേ എ എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്ത ഉടനെ ഈ നമ്പേഴ്സ് എല്ലാം ഇത് ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളും 1.2 പ്ലസ് 2.5 എന്ന് പറഞ്ഞിട്ട് ഇവിടെ. ഓക്കെ, 1.2 പ്ലസ് 2.5 അത് രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് ബി ആയതുകൊണ്ട് വീണ്ടും നമ്മൾ ഡിസ്പ്ലേ ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിക്ക് ഇതിന് ഈ ഒരു വാല്യൂ ആയിരിക്കും ബിക്ക് ഉണ്ടാവും. അപ്പോൾ ബി നേരെ വീണ്ടും ഒന്നുകൂടെ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അപ്പോൾ നമുക്ക് നോക്കിയാൽ റൈറ്റ് സൈഡ് ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ഉണ്ടാവും 1.2 പ്ലസ് ജെ 2.5, അതുപോലെ 3.7 പ്ലസ് ജെ 4.0. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്, ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് ഒരു ഫംഗ്ഷന് ഒരു സ്ട്രക്ചറിൻ്റെ കോപ്പി മാത്രമായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷനകത്ത് എന്തൊക്കെ ചേഞ്ചുകൾ വന്നാലും അത് ഒറിജിനൽ സ്ട്രക്ചറിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാക്കില്ല. ഇനി ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് സ്മോൾ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന് വേണ്ടി മാത്രമായിരിക്കും ഉപയോഗിക്കുക. കാരണം ലാർജ് ആയിട്ടുള്ള സ്ട്രക്ചറുകളൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അതിനെ കോപ്പി എടുത്തിട്ട് ഇവിടെ വന്ന് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ പാസ് ബൈ വാല്യൂ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് പാസ് ബൈ റെഫറൻസ്. അപ്പോൾ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ റെഫറൻസ് എന്ന് നിങ്ങൾ എവിടെ കേട്ടാലും ഓർക്കണം, അത് ഒരു മെമ്മറി അഡ്രസ്സിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഈ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്രസ്സിനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇതുമായിട്ടൊരു കണക്ഷൻ വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ആ ഒരു കണക്റ്റിംഗ് പോയിൻ്റാണ് നമ്മൾ പോയിന്റേഴ്സ് എന്ന് പറയുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇൻ പാസ് ബൈ റെഫറൻസ് വി പാസ് ദ അഡ്രസ് ഓഫ് ദ സ്ട്രക്ചർ ഇൻസ്റ്റെഡ് ഓഫ് എ കോപ്പി. നമ്മൾ പ്രീവിയസ് കേസിൽ ആ സ്ട്രക്ചറിൻ്റെ ഒരു കോപ്പി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ കോപ്പിക്കകത്ത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കോപ്പിയും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ചുമ്മാ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആ സ്ട്രക്ചറിൻ്റെ ജസ്റ്റ് അതിനെ ഒന്ന് റെഫർ ചെയ്യും. ഓക്കെ, അതായത് അതിൻ്റെ ഒരു അഡ്രസ്സ് മാത്രമാണ് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മറ്റൊരു കാര്യം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ദിസ് അലോസ് ദ ഫംഗ്ഷൻ ടു മോഡിഫൈ ദ ഒറിജിനൽ സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചേഞ്ച് ചെയ്താലും നമുക്ക് ഒറിജിനൽ സ്ട്രക്ചറിൽ അത് മോഡിഫൈ ചെയ്യാൻ കൂടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഒരു പ്രോഗ്രാം നോക്കുക. മുൻപ് പഠിച്ച ഏകദേശം അതുപോലെയാണ്, പക്ഷേ കുറച്ച് വലിയ ഡിഫറൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നോക്കിയേ, ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സ്ട്രക്റ്റ് സ്പേസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ആ സ്ട്രക്ചറിൻ്റെ പേര്. അതിനകത്ത് നമ്മൾ ഫ്ലോട്ടും റിയലും അവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അത് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ പ്രീവിയസ് കേസിൽ ചെയ്ത അതുപോലെ തന്നെ വോയിഡ് മോഡിഫൈ, നമ്മളിവിടെ മോഡിഫിക്കേഷനാണ് നടത്തുന്നത് കേട്ടോ. സ്ട്രക്റ്റ് കോംപ്ലക്സ് സ്റ്റാർ എം എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുൻപത്തെ കേസിൽ നമ്മൾ സ്റ്റാർ എമ്മോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു എക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ കേസിൽ വരുമ്പോൾ ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത്
എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആസ്ട്രിക് എന്ന് തന്നെ പറയാം. ഓക്കെ, ഈ ആസ്ട്രിക് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പോയിന്ററെ സൂചിപ്പിക്കുന്നതാണ്. അതായത് പോയിന്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മെമ്മറി ഇപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് എൻ്റെ ഒരു മെമ്മറി. ഇവിടെ എൻ്റെ മെമ്മറിക്കോ ഞാനൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, 0 1 2 3 എന്ന് പറഞ്ഞ ഒരു അഡ്രസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ പ്രോഗ്രാമിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ മെമ്മറി ആവശ്യം വന്നു. അപ്പം ഞാൻ ഇതിനകത്തോട്ട് എനിക്കൊരു റെഫറൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തോട്ട് ലിങ്ക് ചെയ്യണം. എൻ്റെ പ്രോഗ്രാമായിട്ട് എനിക്ക് ഈ മെമ്മറിയെ എനിക്ക് കൊണ്ടുവരാം. ആ സമയത്താണ് ഞാൻ ഈ സ്റ്റാർ വാല്യൂവിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഒരു കണക്ഷൻ കൊടുക്കുന്നത് പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിവിടെ പറയുകയാണ് സ്റ്റാർ എം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ലിങ്ക് കൊടുക്കുകയാണ് ആ മെമ്മറി ആയിട്ട് കേട്ടോ. ദേ, അപ്പം ഞാനൊരു ലിങ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, ഒരു പോയിന്റർ അവിടെ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ സ്ട്രക്ചർ ആരുമായിട്ടാണ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തത്? സ്ട്രക്ട് എന്ന് പറഞ്ഞ റിയൽ ഇമാജിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉള്ള ഈ സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, ഈ സ്ട്രക്ചറിനകത്ത് ഞാനൊരു ലിങ്ക് കൊടുക്കണം യൂസിങ് എം. ഓക്കെ, സ്ട്രക്ട് കോംപ്ലക്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിനകത്ത് ഞാൻ എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റർ യൂസ് ചെയ്തിട്ട് ആക്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ അതിൻ്റെ ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എം, ഇവിടെ ഒരു ആരോ കണ്ടോ, ഇങ്ങനെ സ്ട്രൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ആരോ, റിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 5.0. അപ്പോൾ ഈ ആരോയ്ക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഈ 5.0 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഈ സ്ട്രക്ചറിനകത്ത് നമ്മൾ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ 5.0 എന്ന് വന്നിട്ട് ഈ റിയലിൽ വന്നിട്ട് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആരോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇമാജിനറിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് 4.45 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കറണ്ട്ലി ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായി? റിയലിന് 5.0യും ഇമാജിനറിക്ക് 4.45 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വാല്യൂസ് കിട്ടി. അത് തമ്മിൽ നമ്മൾ ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിഡിനകത്ത് സ്പേസ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ വോയിഡ് സ്പേസ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് കൊടുത്തു. അതിനുശേഷം സ്ട്രക്ട് സ്പേസ് കോംപ്ലക്സ് സ്പേസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയാൽ സ്ട്രക്റ്റിനകത്ത് കോംപ്ലക്സ് എക്സ്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് റിയലി നമുക്ക് എന്താണ് നമുക്ക് എഡിറ്റ് ചെയ്യണം. നമുക്ക് എന്താണോ മെമ്മറിക്കകത്ത് വേണ്ടത്, പോയിന്ററിൽ നമ്മൾ പോയിന്റർ യൂസ് ചെയ്ത് റെഫർ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേ ഫംഗ്ഷനകത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളതെല്ലാം കണക്ഷൻ കൊടുത്തു, വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പോയിന്റർ യൂസ് ചെയ്തിട്ട് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ റെഫറൻസ് എടുത്തിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പോൾ പ്രിന്റ് എഫ് 0.1f പ്ലസ് നമ്മൾ പ്രീവിയസ് പ്രോഗ്രാമിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ കേട്ടോ. 0.1f പ്ലസ് ജെക്കകത്ത് 0.1f എന്ന് പറഞ്ഞ് എക്സ് പോയിന്റ് റിയൽ എക്സ് പോയിന്റ് ഇമേജ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിയലും ഇമേജും നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാനാണ്. അതായത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കോപ്പി അല്ല ചെയ്യണത്, ചുമ്മാ അഡ്രസ്സിൽ പോയിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യണത്. ഓക്കെ, ഡയറക്റ്റ്ലി എന്താ നമ്മൾ ചെയ്യണം? ആ സ്ട്രക്ചർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിൽ പോയിട്ട് നമ്മൾ ആദ്യം ഒരു ആക്സസ് കൊടുക്കുന്നു. സ്റ്റാർ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ പോയിന്റർ ഉപയോഗിച്ചിട്ട് അതിനൊരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ റെഫറൻസിനെ ഓരോരെണ്ണം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരെണ്ണത്തിലും നമ്മൾ ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്തു, നമ്പർ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് ആ നമ്പറെ നമ്മൾ ചുമ്മാ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. ഇതാണ് ഈ പ്രോഗ്രാമിനകത്ത് നടക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. എന്തായാലും പാസ് ബൈ റെഫറൻസും പാസ് ബൈ വാല്യൂവും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി അപ്പോൾ നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻറ്റ് വോയിഡ് നമ്മൾ കൊടുത്തുവല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചറിന് വാല്യൂസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇൻറ്റ് വോയിഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു, ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് സ്ട്രക്ട് കോംപ്ലക്സ് എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ട് കോംപ്ലക്സ് നോക്കിയാൽ ഈ സ്ട്രക്ട് കോംപ്ലക്സ് നമ്മൾ വീണ്ടും നമ്മുടെ റിയൽ ഇവിടെ ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കോംപ്ലക്സ് എന്ന് പേരുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഓൾറെഡി കോംപ്ലക്സിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് 5.0യും 4.45 ആണെന്ന്, റിയലും ഇമാജിനറിയും. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റെഫറൻസ് യൂസ് ചെയ്തിട്ട് ഇവിടെ എ ഇസ് ഈക്വൽ ടു 1.2, 2.5 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബിക്ക് 3.7, 4.0 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ മാത്രമല്ല ഞാനിവിടെ മോഡിഫൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആൻഡ് എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആൻഡ് എ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ മോഡിഫൈ ആൻഡ് എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഈ അഡ്രസ്സിനെ എൻറ്റയർലി നമ്മൾ മുമ്പ് സ്റ്റാർ എം എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ, അപ്പോൾ ഈ അഡ്രസ്സിനെ നമ്മൾ റെഫർ ചെയ്യണം. ഓൾറെഡി നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സിൽ പോയിട്ട് ഒറിജിനൽ വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഓൾറെഡി ഉള്ള ഈ റിയൽ നമ്പേഴ്സ് നമ്മൾ മുൻപ് കൊടുത്തില്ലേ 5.0 ആൻഡ് 4.45 എന്നുള്ളത്, അത് ചേഞ്ച് ആയിട്ട് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 1.2ഉം 2.5ഉം ആയിട്ട് അത് മാറും. ഓക്കെ, ദെൻ നമ്മൾ ബോത്ത് നമ്പേഴ്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഡിസ്പ്ലേ എ ആൻഡ് ഡിസ്പ്ലേ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വാല്യൂസിൻ്റെ ആയിരിക്കും പിന്നീട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ 1.2 പ്ലസ് 2.5ഉം 3.7 പ്ലസ് 4.0 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ദ ഫംഗ്ഷൻ എപ്പോഴും എന്താ വെച്ചാൽ ഒറിജിനൽ സ്ട്രക്ചറെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, അതിനകത്തുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അവിടെ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അഡ്രസ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ആംബർസങ് എ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ആംബർസങ് എ യൂസ് ചെയ്തിട്ട് ഒറിജിനൽ വാല്യൂ നമ്മൾ എഡിറ്റ് ചെയ്തു, ഒറിജിനൽ സ്ട്രക്ചർ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് പകരം ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഓക്കെ, ദ ഫംഗ്ഷൻ മോഡിഫൈസ് ദ ഒറിജിനൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അവോയ്ഡ് സ്കോപ്പിംഗ് ലാർജ് സ്ട്രക്ചേഴ്സ് മേക്കിംഗ് ഇറ്റ് മോർ എഫിഷ്യൻറ്റ്. മോർ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദെൻ വി യൂസ് ദ ആരോ ഓപ്പറേറ്റർ ടു ആക്സസ് ദ മെമ്പേഴ്സ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷനകത്തുള്ള മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആരോ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കമ്പാരിഷൻ ചോദിക്കും കേട്ടോ, കമ്പാരിഷൻസ് ഓഫ് പാസ് ബൈ വാല്യൂ വേഴ്സസ് പാസ് ബൈ റെഫറൻസ്. അപ്പോൾ പാസ് ബൈ വാല്യൂലാണ്. അപ്പോൾ ഡാറ്റ പാസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, പാസ് ബൈ വാല്യൂലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി ഓഫ് ദ സ്ട്രക്ചർ ആണ് അവിടെ പാസ് ആവുക. മറ്റേ റെഫറൻസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ഓഫ് ദ സ്ട്രക്ചർ ആണ് പാസ് ആവുക. ഇനി ഫംഗ്ഷന് വരുന്ന ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു നോട്ട് അഫക്ട് ഒറിജിനൽ. ഒറിജിനലിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ സ്ട്രക്ചറിന് യാതൊരു വിധത്തിലുള്ള ഫംഗ്ഷൻസിനും പ്രോബ്ലം ഇല്ല. ബട്ട് ഇറ്റ്സ് അഫക്ട് ഒറിജിനൽ സ്ട്രക്ചർ. ഓക്കെ, പാസ് ബൈ റെഫറൻസിലാണെങ്കിൽ. പാസ് ബൈ വാല്യൂസ് യൂസസ് മോർ മെമ്മറി, കാരണം ഇത് കോപ്പി ചെയ്യാൻ ഒരു സ്പേസ് വേണം, ഒറിജിനൽ ഒരു സ്പേസ് വേണം. പക്ഷേ റെഫറൻസ് യൂസ് ചെയ്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് മെമ്മറിയെ നമുക്ക് ആവശ്യമുള്ളൂ, കാരണം നമുക്ക് അവിടെ കോപ്പിയുടെ ആവശ്യമില്ലല്ലോ. ഇനി പാസ് ബൈ വാല്യൂ മെയിൻ ആയിട്ട് സ്മോൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ് ബൈ റെഫറൻസ് ലാർജ് സ്ട്രക്ചേഴ്സിനും ഫംഗ്ഷൻസിനും ഒക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ വെൻ ടു യൂസ് വിച്ച്, ഇത് നമുക്കൊരു കൺഫ്യൂഷൻ ആണല്ലേ, ഇതൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഈ പാസ് ബൈ വാല്യൂയും പാസ് ബൈ റെഫറൻസ് ഒക്കെ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ദ പാസ് ബൈ വാല്യൂ വെൻ യു ഓൺലി നീഡ് ടു റീഡ് ദ ഡാറ്റ ആൻഡ് നോട്ട് മോഡിഫൈ ഇറ്റ്. പാസ് ബൈ വാല്യൂ എപ്പോഴും ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മാത്രം മതി, അതിന് യാതൊരു മോഡിഫിക്കേഷനും വേണ്ടെങ്കിൽ നമുക്ക് പാസ് ബൈ വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി പാസ് ബൈ റെഫറൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഡാറ്റയെ നമുക്ക് മോഡിഫൈ ചെയ്യണം. ഓക്കെ, പക്ഷേ നമുക്ക് കോപ്പി ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ പാസ് ബൈ റെഫറൻസ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം കേട്ടോ. റൈറ്റ് എ സി പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ കണ്ടെയ്നിങ് ദ നെയിം, പ്രൈസ്, ക്വാണ്ടിറ്റി ആൻഡ് ടോട്ടൽ എമൗണ്ട്. അപ്പോൾ നമുക്ക് ഒരു സാധനത്തിൻ്റെ പേര് വേണം, അതിൻ്റെ പ്രൈസ് വേണം, അത് എത്ര ക്വാണ്ടിറ്റി ഉള്ളതെന്ന് നമുക്ക് അറിയണം, പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇവരിവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് യൂസ് സെപ്പറേറ്റ് ഫംഗ്ഷൻ ടു റീഡ് ആൻഡ് പ്രിന്റ് ഡാറ്റ. ഓക്കെ, നമുക്കിവിടെ റീഡ് ചെയ്യണം കേട്ടോ, പക്ഷെ അത് സെപ്പറേറ്റ് ഫംഗ്ഷനിലായിട്ട് വേണം ഇത് റീഡ് ചെയ്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് stdio.h നമ്മൾ കൊടുത്തു. ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാലോ എങ്ങനെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. സ്ട്രക്ചറിൻ്റെ പേര് കൊടുക്കുക, ദെൻ നെയിം, പ്രൈസ്, ക്വാണ്ടിറ്റി, ടോട്ടൽ, ഇതെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പിൽ നമ്മൾ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, നെയിം, പ്രൈസ്, ക്വാണ്ടിറ്റി, ദെൻ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഡബിൾ കൊടുക്കണം, കാരണം ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട്. ദെൻ നമ്മളിവിടെ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വോയിഡിനകത്ത് റീഡ് എന്ന് പറഞ്ഞു, നമ്മളോട് റീഡ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. റീഡ് ചെയ്യണം, പിന്നെ അത് ടോട്ടലായിട്ട് എത്രയാണെന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ വോയിഡ് റീഡിനകത്ത് സ്ട്രക്റ്റ് സ്പേസ് ഐറ്റം, അതായത് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അതേ പേര് സ്ട്രക്റ്റ് ഐറ്റം എന്നുള്ളതിൻ്റെ സ്റ്റാർ ഐ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർ ഐ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ്, നമ്മൾ അവിടെ ഒരു പോയിന്റർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ, ആ സ്ട്രക്ചർ നമ്മളൊരു അഡ്രസ്സിലോട്ട് റെഫർ ചെയ്തു. ഓക്കെ, ഓൾറെഡി ഉള്ള സ്ട്രക്ചറിലോട്ട് ഒരു ഐ എന്ന് പറഞ്ഞ് പോയിന്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ റെഫർ ചെയ്തു. എന്നിട്ട് ഈ ഐക്കകത്താണ് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇനി പ്രിന്റ് എഫിനകത്ത് ആദ്യം നെയിം എന്താണെന്നുള്ളത് നമ്മൾ കീബോർഡിൽ കൊടുക്കണമല്ലോ, എന്നാലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നെയിം കൊടുത്തു, ഗെറ്റസ് എന്ന് പറഞ്ഞിട്ട് ഐ. ഇതുകൊണ്ട് ഈ പോയിന്റിൻ്റെ കേസിൽ, ഈ പോയിന്ററിൻ്റെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു സംഭവം മറക്കരുത് കേട്ടോ, ഈ ഒരു ആരോ മാർക്ക്. അപ്പോൾ ഐ റെഫർ ടു നെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് ഓർക്കാം. ഓക്കെ, നെയിമിലോട്ട് നമ്മൾ റെഫർ ചെയ്യണം. അപ്പോൾ അതിനകത്ത് അത് അപ്ഡേറ്റ് ആവും. പ്രിന്റ് എഫിനകത്ത് എൻ്റർ പ്രൈസ്, അതുപോലെ ഐ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യും, ക്വാണ്ടിറ്റി കൊടുത്ത് ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ചെയ്തു. ഇത് മുഴുവനും നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ അവിടെ അങ്ങോട്ട് സ്ട്രക്ചറിലോട്ട് അപ്ഡേഷൻ കൊടുത്തു.
ഇനി നമ്മളിവിടെ പറയുന്നുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ട് ഐറ്റം സ്റ്റാർ ഐ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്? ആ ഐറ്റം ഐ എന്ന് മാത്രമായിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ടോട്ടൽ എമൗണ്ട് കാണണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ഈ ഒരു ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐറ്റത്തിൻ്റെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു വേരിയബിൾ ഐ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഐ ഓഫ് പ്രൈസ് സ്റ്റാർ ഐ ഓഫ് ക്വാണ്ടിറ്റി. അതായത് നിങ്ങൾ എത്ര രൂപ, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണല്ലോ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസ് ഇൻറ്റു എത്ര നമ്പർ ഓഫ് ഐറ്റം ഉണ്ട് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അതാണ് നമ്മുടെ ഫോർമുല. നമ്മൾ അവിടെ ഫോർമുല കൊടുത്തു. ഇനി എന്ത് വേണം? ആ കിട്ടിയിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടി നമ്മൾ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കണം. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. അതായത് ഐ റെഫർ ടു ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഇവിടെ എന്താണോ കിട്ടിയിരിക്കുന്നത് അതായിരിക്കും നമുക്ക് കിട്ടേണ്ട ടോട്ടൽ എമൗണ്ട്. അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് ക്ലോസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ. സ്ട്രക്ചറിൽ ഇനി അടുത്ത എന്താ സ്റ്റെപ്പ് ചെയ്യേണ്ടത്? സ്ട്രക്ചർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സ്ട്രക്ചറിനെ ഇൻവോക്ക് ചെയ്യണം കേട്ടോ. എന്നാലും മാത്രമേ ഇതൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. ചുമ്മാ ഇത് കൊടുത്തു അത് ചെയ്തു ഫോർമുല കൊടുത്തു എന്ന് പറഞ്ഞാൽ ആവത്തില്ല. ഇത് പ്രീവിയസ് പ്രോഗ്രാമിൽ നമ്മൾ ഇത് തന്നെയാണ് ചെയ്തത്. ഇൻറ്റ് മെയിൻ എടുക്കുക, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്ട്രക്ട് സ്പേസ് ഐറ്റം I1 എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഐറ്റം നമ്പർ 1 ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കണം. റീഡ് അഡ്രസ് ഓഫ് I1. അപ്പോൾ ഇത് കൊടുത്ത ഈ അഡ്രസ്സിലോട്ട് പോകും. നേരെ ആ അഡ്രസ്സിലോട്ട് ഇത് റെഫർ ചെയ്യും. ഓക്കെ, നമ്മുടെ മെയിൻ സ്ട്രക്ചറിലോട്ട് ഇത് റെഫർ ചെയ്യും. അതിനുശേഷം ഡിസ്പ്ലേ ഐറ്റം നമ്പർ 1, അതും ആംബ്രസിംഗിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഇതെല്ലാം അഡ്രസ്സിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഇതെന്തുകൊണ്ടാണ്? ഇത് പോയിന്റർ യൂസ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ആംബ്രസിംഗിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആംബ്രസിംഗ് ഓഫ് I1 എന്ന് പറഞ്ഞാൽ റിട്ടേൺ 0 എന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ 3 സെക്ഷനായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ആദ്യം നിങ്ങളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് പോയിന്റർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ റെഫറൻസ് പാസ് ബൈ റെഫറൻസ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ്? ആദ്യം നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം സ്ട്രക്ചർ ഐറ്റം സ്റ്റാർ 1 ഐ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു പോയിന്റർ ക്രിയേറ്റ് ആയി. ആ പോയിന്ററിനെ റെഫർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഓരോരോ ഡാറ്റാസും അതിനകത്തോട്ട് കൊടുത്തു. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊക്കെ ഇൻവോക്ക് ചെയ്യണം ഉണ്ടെങ്കിൽ നമ്മൾ 1 by 1 ആയിട്ട് റീഡ് ചെയ്തു, അത് കഴിഞ്ഞ് ഡിസ്പ്ലേ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രസ് സിമ്പിൾ അല്ലെങ്കിൽ ആംബ്രസിംഗ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് നമ്മൾ ഇതിനെല്ലാം ഇൻവോക്ക് ചെയ്തെടുത്തു. ഓക്കെ, ഫൈനലി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂണിയൻ. ഓക്കെ, യൂണിയനും സ്ട്രക്ചറും വലിയ രീതിയിൽ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. യൂണിയൻ എന്ന് പറയുന്നത് ആകെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് സ്ട്രക്ചറിൽ നമ്മൾ സ്ട്രക്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയനകത്ത് നമ്മൾ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് മാത്രമാണ് ഉപയോഗിക്കുക. പിന്നെ ഇവർ തമ്മിൽ എങ്ങനെ ഡിഫറൻസ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ഷെയറിങ്ങിലാണ് ഇതിന് ബേസിക്കലി ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരിക. അപ്പോൾ യൂണിയൻ ഇപ്പോൾ സ്ട്രക്ചറിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറിനകത്ത് ഓരോ മെമ്പേഴ്സിനും അതിന് സ്വന്തമായിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇൻഡിൽ ഒരു ഡിക്ലെയർ ചെയ്തെന്ന് വെച്ചോ, ഇൻഡിനകത്ത് മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്കിനായിട്ട് ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫ്ലോട്ടിനകത്ത് ആവറേജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ആവറേജിന് വേണ്ടി ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴെല്ലാം ആവശ്യമുണ്ടോ നമ്മൾ ഈ മെമ്മറിക്കകത്ത് വെച്ചിട്ട് ഓരോരോ മെമ്മറി ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാമിന് റൺ ചെയ്തെടുക്കുക. ബട്ട് ഇത് യൂണിയനിലോട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അകത്ത് ഇൻറ്റും ഉണ്ട്, ഫ്ലോട്ടും ഉണ്ട്, ക്യാറും ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ യൂണിയൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മെമ്മറി ക്രിയേറ്റ് ചെയ്യാതെ യൂണിയൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് ഒരു മെമ്മറി അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് തന്നിരിക്കുന്ന ഡാറ്റാ മെമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ മെമ്മറി ആവശ്യമുള്ള ഡാറ്റാ മെമ്പർ ഏതാണോ അവരുടെ ആ ഒരു വാല്യൂ എടുത്തിട്ട് നമ്മളൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഇൻറ്റ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, എന്താ പറയുക, ക്യാർ ഉണ്ട്. അപ്പോൾ ക്യാരക്ടറിന് 1, ഇൻറ്റിന് 2, ഫ്ലോട്ടിന് 4 എന്ന് വിചാരിച്ചാൽ ഞാൻ ഫ്ലോട്ടിൻ്റെ മെമ്മറിയാണ് ഇവിടെ മൊത്തമായിട്ട് യൂസ് ചെയ്യുക. ഒരു ഫ്ലോട്ടിന് വേണ്ടി മാത്രമായിരിക്കും ഞാൻ യൂണിയൻ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രോഗ്രാം വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇൻറ്റിൻ്റെ ടൈമായി, ഇൻറ്റാണ് എനിക്ക് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫ്ലോട്ടിൻ്റെ ഒരു ഫ്ലോട്ടിന് മൊത്തം 4 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം, 4 ബൈറ്റ് മെമ്മറി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻറ്റിനാണെങ്കിലും നമുക്ക് ആകെ 2 എണ്ണം മതി എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഞാൻ ഈ ഫ്ലോട്ടിനകത്തുള്ള ടോട്ടലിലുള്ള 2 ഭാഗം മാത്രമേ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻറ്റിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ അവിടെ ക്ലോസ് ചെയ്തു, മെമ്മറി അതുപോലെ തിരിച്ചു വന്നു. ഇനി എനിക്ക് ക്യാർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫ്ലോട്ടിൻ്റെ ഒരു ഭാഗം 1% മാത്രം ഉപയോഗിക്കും. ഒരെണ്ണമാണല്ലോ നമുക്ക് ക്യാറിന് ആവശ്യമാണ്. ഞാൻ ക്യാറിൻ്റെ ഫംഗ്ഷൻ ആ മെമ്മറി യൂസ് ചെയ്തു, അവിടെ നിർത്തി. ഇനി എനിക്ക് ഫ്ലോട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 മെമ്മറി നമ്മൾ യൂസ് ചെയ്യും.
ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് സ്ട്രക്ചർ. അപ്പോൾ യൂണിയനും സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല, ആകെ കീവേഡിൽ ചേഞ്ച് ചെയ്യും, അതുപോലെ മെമ്മറി അലോക്കേഷനിൽ ചേഞ്ച് ചെയ്യും. ഓക്കെ, the syntax in the same as structure. In structure each member has its own storage location. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസ് ഉണ്ട്. whereas all the member of union use the same. മനസ്സിലായില്ലേ, ഒരേ മെമ്മറി ലൊക്കേഷനാണ് യൂണിയനിൽ ചെയ്യുക. ഇറ്റ് ക്യാൻ ഹാൻഡിൽ ഓൺലി വൺ മെമ്പർ അറ്റ് എ ടൈം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് ഒരു മെമ്പർ ഒരു സമയത്ത് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. യൂണിയൻ മേ ബി യൂസ്ഡ് ഇൻ ഓൾ പ്ലേസസ് whereas സ്ട്രക്ചർ ഈസ് അലൗഡ്. അപ്പോൾ സ്ട്രക്ചർ എവിടെയെല്ലാം ഉപയോഗിക്കുന്നു അവിടെ എല്ലാം നമുക്ക് യൂണിയനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. To access a union member, we can use the same syntax that we can use for the structure members. അപ്പോൾ സ്ട്രക്ചറിന് എന്തൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടോ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂണിയനിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോരെണ്ണത്തിനെയും കോൾ ചെയ്യുക. ഇതിലും അതേ കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇത് നോക്കിയേ, ഇതിനകത്ത് നോക്കിയേ, യൂണിയൻ സ്പേസ് ഐറ്റം എന്നാണ്, യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓപ്പൺ ചെയ്തു, നമുക്ക് വേണ്ട ഡാറ്റ മെമ്പേഴ്സൊക്കെ അതിനകത്തോട്ട് കൊടുത്തു. ഇൻറ്റ് എം എന്ന് പറഞ്ഞ് കൊടുത്തു, ഫ്ലോട്ടിന് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു, ക്യാറിന് സി എന്ന് പറഞ്ഞ് കൊടുത്തു, ബ്രേസസ് ക്ലോസ് ചെയ്തു. ദെൻ നമ്മൾ ഒരു വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്തു, കോഡ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ കോഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോന്നായിട്ട് കോൾ ചെയ്യുക. സെയിം നമ്മൾ സ്ട്രക്ചറിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് യൂണിയനിൽ നമ്മൾ ചെയ്തെടുക്കണം. ദെൻ ഇനി ഞാൻ മുൻപ് പറഞ്ഞ അതേ കേസ്, ദ കമ്പൈലർ അലോക്കേറ്റ്സ് എ പീസ് ഓഫ് സ്റ്റോറേജ് ദാറ്റ് ഈസ് ലാർജ് ഇനഫ് ടു ഹോൾഡ് ദ ലാർജസ്റ്റ് വേരിയബിൾ ഇൻ ദ യൂണിയൻ. അപ്പോൾ നമുക്ക് ആ ഒരു മെമ്പർ ഫംഗ്ഷനകത്ത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ കമ്പൈലർ സ്റ്റോറേജിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ അതേ പരിപാടി തന്നെ. ഇൻ ദ എബോവ് ഡിക്ലറേഷൻ ദ മെമ്പർ എക്സിനാണ് ഏറ്റവും കൂടുതൽ, ബിക്കോസ് അതിന് 4 ബൈറ്റ് മെമ്മറി ആവശ്യമുണ്ട്. സോ ഓൺലി ദ 4 ബൈറ്റ് മെമ്മറി ഈസ് അലോക്കേറ്റഡ്. അപ്പോൾ ടോട്ടലി ഇവിടെ നമ്മളൊരു 4 ബൈറ്റ് മെമ്മറിയാണ് ഇവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ക്യാർ സി ആണ് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. ആദ്യം ഞാൻ ക്യാർ സി ആണ് കോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന 4 മെമ്മറിയിൽ നിന്നും ആ ഒരു പോർഷൻ മാത്രം സി യൂസ് ചെയ്യും. ഓക്കെ, സിയുടെ പരിപാടി കഴിഞ്ഞാൽ സി അവിടെ ലെഫ്റ്റ് ചെയ്തു. അടുത്തത് ഞാൻ കോൾ ചെയ്യുന്നത് ഇൻറ്റ് എം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എം എന്തെന്ന് വെച്ചാൽ എനിക്ക് 2 ബൈറ്റ് മെമ്മറി വേണം. അപ്പോൾ ഞാൻ ഈ ഒരു ടോട്ടൽ മെമ്മറിയിൽ നിന്ന് 2 ബൈറ്റ് യൂസ് ചെയ്തു. ഓക്കെ, ദെൻ ഫൈനലി ഞാൻ ഫ്ലോട്ട് വിളിക്കാന്ന് വെച്ചാൽ മൊത്തം മെമ്മറി ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ ഓരോരുത്തരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരവിടെ നിന്ന് വിട്ടു, പിന്നെ അടുത്ത ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ 1 by 1 ആയിട്ടായിരിക്കും ഓരോ മെമ്പർ ഫംഗ്ഷനും അവിടെ വർക്ക് ചെയ്യുക കേട്ടോ. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ.